ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ്. കനത്ത മൂടൽമഞ്ഞിൽ കാഴ്ചപരിധി പൂജ്യത്തിലെത്തി. റോഡ്, റെയിൽ, വ്യോമ ഗതാഗതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും തണുപ്പ് വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എന്താണ് നിലവിലെ സ്ഥിതിവിശേഷം? ജനജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണോ പ്രകടമാകുന്നത്? സുരേഷ്, തീർച്ചയായിട്ടും ജനജീവിതത്തെ കാര്യമായി തന്നെ ഈ ഉത്തരേന്ത്യ അതിശൈത്യം ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ രാവിലെ ഈ കാലാവസ്ഥ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിശൈത്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 5 ഡിഗ്രി സെൽഷ്യസ് മാത്രമായിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരിയ പുരോഗതി വന്നിട്ട് ഏതാണ്ട് 10 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതേസമയം ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ട പല വിമാനങ്ങളും വൈകുകയാണ്. ഇപ്പോൾ ഇതിനോടകം പല ഫ്ലൈറ്റുകളും ക്യാൻസലായി എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ റെയിൽ ഗതാഗതം പൂർണ്ണമായും ഏതാണ്ട് താറുമാറായ അവസ്ഥയിലാണ് ഉത്തരേന്ത്യയിലുള്ളത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് മേഖലകളിലേക്കും അതേപോലെ തന്നെ ഈ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്കുമൊക്കെ തന്നെ പോകേണ്ട ട്രെയിനുകൾ പലതും വൈകുകയാണ്. മണിക്കൂറുകളാണ് ട്രെയിനുകൾ വൈകുന്ന സാഹചര്യം. പ്രത്യേകിച്ച് കാഴ്ചപരിധി 0 ഡിഗ്രിയിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റെയിൽ ഗതാഗതത്തെയും വ്യോമ ഗതാഗതത്തെയും പൂർണ്ണമായും ബാധിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയും യമുന എക്സ്പ്രസ് വേയിൽ ചില അപകടങ്ങളുണ്ടായി. എന്നാൽ കാര്യമായ അപകടങ്ങളല്ല എന്നുള്ളതാണ്. കാഴ്ചപരിധിക്ക് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ അപകടങ്ങളുണ്ടായി, ചിലർ മരണപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അതിശൈത്യമാണ് ഉത്തരേന്ത്യയിൽ തുടരുന്ന ഒരു സാഹചര്യം. ഈ ഉത്തരേന്ത്യയിലെ അതിശൈത്യത്തിനൊപ്പം ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ്. വായു ഗുണനിലവാര സൂചിക ഏതാണ്ട് 365 കടന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ജനജീവിതം വളരെ ദുസ്സഹമായ ഒരു അവസ്ഥയിലാണിപ്പോൾ ഉത്തരേന്ത്യൻ ജനത കടന്നു പോകുന്നത്. വലിയ കാര്യമായി തന്നെ ഈ അതിശൈത്യം ജനങ്ങളെ ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ റെസ്പിറേറ്ററി ഡിസീസുകൾ വ്യാപകമാകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഈ ഡൽഹിക്ക് പുറമെ ഉത്തർപ്രദേശ് അതേപോലെ തന്നെ രാജസ്ഥാൻ മേഖലകളിലാണ് കൂടുതലായും ഈ അതിശൈത്യം പിടിമുറുക്കിയിരിക്കുന്നത്. രാജസ്ഥാനിലും കാര്യമായ രീതിയിൽ ഇത്തരം അതിശൈത്യം പിടിമുറുക്കിയ ഒരു സാഹചര്യത്തിൽ അവിടെയും ജയ്പൂരിലേക്കുള്ള വിമാനങ്ങളടക്കം വൈകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഉത്തർപ്രദേശിലും ലക്നൌവിലേക്കുള്ള വിമാനങ്ങൾ വൈകുന്നു. അതായത് ഡൽഹിയിൽ നിന്നും പുറപ്പെടേണ്ടതും ഡൽഹിയിലേക്ക് വരുന്നതുമായ വിമാനങ്ങളാണ് കൂടുതലും വൈകുന്നത്. ഈ വിമാനങ്ങൾ വൈകിയതിൻ്റെ അല്ലെങ്കിൽ റദ്ദാക്കിയതിൻ്റെ ഒരു പൂർണ്ണമായ പട്ടിക വരും മണിക്കൂറുകളിൽ പുറത്തിറക്കുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതേസമയം തന്നെ എയർലൈനുകൾ കൃത്യമായി പാസഞ്ചേഴ്സിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിമാനങ്ങളുടെ സമയവും മറ്റും ക്രമങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ എയർപോർട്ടിലേക്ക് എത്താവൂ എന്നുള്ളത്. അതേപോലെ തന്നെ എയർപോർട്ടിൽ തന്നെ എത്തുന്നവർ കാലേകൂട്ടി മുൻകൂട്ടി തന്നെ എത്തണം. സാധാരണഗതിയിൽ ഡൊമസ്റ്റിക് വിമാനങ്ങൾ പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് എയർപോർട്ടിൽ എത്തേണ്ടത്. എന്നാൽ ഇത്തരമൊരു സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കുറേ കൂടി നേരത്തെ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന് എയർലൈനുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻഡിഗോയും സ്പൈസ് ജെറ്റും അടക്കമുള്ളവർ അവരുടെ ഷെഡ്യൂളുകൾ കൃത്യമായി പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം പാസഞ്ചേഴ്സിന് നൽകിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ അതിശൈത്യം തുടരും. കാലാവസ്ഥ കൂടുതൽ താഴാനുള്ള, അതായത് ടെമ്പറേച്ചർ കൂടുതൽ ഡ്രോപ്പ് ആകാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.